നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചേർപ്പിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. മരിച്ചത് വെങ്ങിണിശ്ശേരി സ്വദേശി. എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനയ്ക്കൽ അലവിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ വാഹനമോഷ്ടാവിനെ പോലീസ് പിടികൂടി. സോഡ ബാബു എന്നയാളാണ് അറസ്റ്റിലായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് സംഗമം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പലൂരിൽ പാടത്ത് തീപിടുത്തമുണ്ടായതോടെ റോഡിൽ ഉയർന്ന കനത്ത പുക യാത്രക്കാർക്ക് ദുരിതമായി. പർപ്പുക്ര സെന്റ് ജോൺ ഫൊറോന പള്ളിയിൽ തിരുനാളിന് കൊടിയേറിയതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് കോടന്നൂരിൽ യുവാവിനെ തലക്കിടിച്ച് കൊലപ്പെടുത്തി. വെങ്ങിണിശ്ശേരി ശിവപുരം കോളനിയിൽ കാരാട്ടുപറമ്പ് വീട്ടിൽ സുരേഷിന്റെ മകൻ 27 വയസ്സുള്ള മനുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോടന്നൂർ സ്വദേശികളായ മണികണ്ഠൻ, പ്രണവ്, ആഷിഖ് എന്നിവർ പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചാണ് സംഭവം. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡിയായ മണികണ്ഠൻ, പ്രണവ് മറ്റൊരാളും ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മനുവും പ്രതികളും തമ്മിൽ ഞായറാഴ്ച രാത്രിയിൽ അടിപിടിയുണ്ടായിരുന്നു. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. എലിക്കോട് വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനയ്ക്കൽ അലവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപമാണ് പുലി ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. പാടിയിൽ താമസിക്കുന്നവരുടെ ജീവന് പോലും ഭീഷണിയായി വന്യമൃഗങ്ങൾ മാറുന്നുവെന്നും വനം വകുപ്പ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. നിരവധി കേസുകളിൽ പ്രതിയായ വാഹനമോഷ്ടാവിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 44 വയസ്സുള്ള ബാബു എന്ന സോഡ ബാബുവാണ് അറസ്റ്റിലായത്. മരത്താക്കരയിൽ നിന്നും ബുള്ളറ്റും കുട്ടനെല്ലൂരിൽ നിന്ന് സ്കൂട്ടറും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മോഷണത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ ഒല്ലൂർ പോലീസ് തമിഴ്നാട്ടിലെത്തിയാണ് പിടികൂടിയത്. ഒല്ലൂർ SI സുജിത്, CPOമാരായ അഭിഷ് ആന്റണി, നിതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് സംഗമം നടത്തി. ബീഡ്സ് 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. 30 വർഷത്തിനു മുകളിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ വിംഗ്, യൂത്ത് വിംഗ് പ്രവർത്തകരെ ആദരിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ആദരണം നടത്തി. നിയോജക മണ്ഡലം കൺവീനർ PG രഞ്ജിമോൻ, ട്രഷറർ ഡേവിസ് വില്ലെടുത്തുകാരൻ, ജില്ലാ നേതാക്കന്മാരായ ബിജു എടക്കളത്തൂർ, VT ജോർജ്, MK അബി എന്നിവർ പ്രസംഗിച്ചു. ജോബി ജോൺ, തിലകൻ അയ്യഞ്ചിറ, ജോജോ കുറ്റിക്കാടൻ, ജോയ് പാണ്ടാരി, സുമേഷ് നിവേദ്യം, രാജു തളിയപ്പറമ്പിൽ, ഉമേഷ് ബാബു, ഫൗസിയ ഷാജഹാൻ, പിയൂസ് ആമ്പല്ലൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 14 യൂണിറ്റുകളിലെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കലാപരിപാടികളും ഒരുക്കിയിരുന്നു. അതുപോലെ ഇരിക്കാനാണ് ഇവിടെ വിളിച്ചു കെട്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മുടെ അവാർഡ് പറയാനാണ് പോലെ ഇരിക്കാനല്ല. അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരെയും, പ്രിയപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കനായ സെബാസ്റ്റ്യൻ ചേട്ടനാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കും നമ്മുടെ സംഘടനയുടെ നിയോജകമണ്ഡല ചെയർമാൻ എന്നുള്ള നിലയ്ക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ വിന്റർഫീൽഡ് ഹോട്ടൽസിന്റെ ചാർജുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും Hey,
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും കൊടകര ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആലങ്ങോട് വ്യാപാര ഭവൻ ഓഫീസിലാണ് ക്യാമ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കനത്ത പുകയിൽ മുങ്ങി ദേശീയപാത. റോഡിൽ പുക തിങ്ങി നിറഞ്ഞതോടെ ദുരിതത്തിലായി യാത്രക്കാർ. ദേശീയപാത തലോരിൽ പാടത്ത് തീപിടുത്തമുണ്ടായതോടെ ഉയർന്ന കനത്ത പുകയാണ് 2 ദിവസമായി യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത്. തലോർ BRDക്ക് സമീപത്തെ പാടത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേന എത്തിയിരുന്നെങ്കിലും പാടത്ത് ചതുപ്പും കുഴികളും ഉള്ളതിനാൽ വാഹനം കടത്താനായില്ല. ആൾതാമസമുള്ളിടത്തേക്ക് തീ വ്യാപിക്കാതിരിക്കുവാൻ സമീപമുള്ള വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ചാണ് ഭാഗികമായി തീ അണച്ചത്. തിങ്കളാഴ്ച രാവിലെയും അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി വെള്ളം ഉപയോഗിച്ച് തീ പൂർണ്ണമായും അണയ്ക്കുവാൻ എത്തിയിരുന്നു. റോഡിനിരുവശവും കാണാനാവാത്ത രീതിയിലാണ് പുക തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഏറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചത്. പുക മൂലം പലർക്കും ശ്വാസതടസ്സമുണ്ടാവുന്നതായും യാത്രക്കാർ പറഞ്ഞു. പ്രദേശവാസികളും ഏറെ ബുദ്ധിമുട്ടിലായി. 30 വർഷക്കാലത്തെ സേവനത്തിനു ശേഷം ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച വർഗീസ് തെക്കേത്തല മുൻ കൃഷിമന്ത്രി PP ജോർജ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് വീൽ ചെയർ സംഭാവന ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമണിന് വീൽ ചെയർ കൈമാറി. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, വർഗീസ് തെക്കേത്തല, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രാജു, ഭരണസമിതി അംഗം KJ ജോജു, സുധൻ കാരയിൽ, ലിൻസൺ പല്ലൻ, സ്റ്റാൻ ലോ ജോർജ് എന്നിവർ സന്നിഹിതരായി. വിവിധങ്ങളായ പരിപാടികൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ പൗരാവലി നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഭാഗമായിട്ട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ആ റിട്ടയർമെൻറ്റ് ഓർമ്മ നിലനിർത്തുന്നതുമായി ഒരു വീൽ ചെയർ സംഭവമായിട്ട് അദ്ദേഹം നൽകുകയാണ്. പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിൽ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാളിന് കൊടിയേറിയതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 15, 16 തീയതികളിലായാണ് തിരുനാൾ നടക്കുന്നത്. മെയ് 13 വൈകിട്ട് 7 വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും. മെയ് 15 രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിൻഡോ ചിറമേൽ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 5:15 വിശുദ്ധന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിന്നിറക്കൽ ചടങ്ങിന് മാർ വിൻസെന്റ് നെല്ലായി പറമ്പിൽ കാർമ്മികനാകും. രാത്രി 8 തിരുമുടി എഴുന്നള്ളിപ്പുണ്ടായിരിക്കും. തിരുനാൾ ദിനമായ മെയ് 16 രാവിലെ 5 മുതൽ 9 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം നടക്കും. മെയ് 23 പാട്ടുകുർബാനയും നേർച്ചയൂട്ടും കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട്, ഫിനാൻസ് കൺവീനർ ജോസ് അന്തിക്കാടൻ, PRO സൈമൺ പുതുപ്പള്ളി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സ്നേഹമുള്ളവരെ, പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാളാണ് മെയ് മാസം 14, 15, 16 ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ ലോന മുത്തപ്പനെ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ്ധ ലോന മുത്തപ്പന്റെ ദേവാലയമായ പറപ്പൂക്കര ഫൊറോന പള്ളി. പറപ്പൂക്കര ലോന മുത്തപ്പന്റെ തിരുനാളിന്റെ ഏറ്റവും പ്രത്യേകത ലോനാമുത്തപ്പന് അടിമ ഇരുത്തുക എന്നുള്ളതാണ് നേർച്ച. പള്ളിയിൽ വരുന്ന എല്ലാവരും, അതുപോലെ തന്നെ പറപ്പൂക്കരയുള്ള എല്ലാ വീടുകളിലും ഒരാളെങ്കിലും ലോനാമുത്തപ്പന് അടിമയിരുത്തുന്ന ഒരു പ്രത്യേകത നമ്മുടെ പറപ്പൂക്കര പള്ളിക്ക് സ്വന്തമാണ്. പറപ്പൂക്കര പ്രദേശത്തെ നാനാജാതി മതസ്ഥരും വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുന്ന തിരുനാളാണ് ലോനാമുത്തപ്പന്റെ തിരുനാൾ. വർഷങ്ങൾ പഴക്കമുള്ള ഈ പള്ളിയിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള തിരുനാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥർ വന്ന് അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ച് വണങ്ങി പോകുന്നത്. AD 400 സ്ഥാപിതമായതാണ് പറപ്പൂക്കര പള്ളി. കൃത്യമായി പറഞ്ഞാൽ 1624 വർഷങ്ങളായി ഈ പ്രദേശത്ത് പറപ്പൂക്കര പള്ളി ഉണ്ടായിട്ട്. അപ്പോൾ ദേവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരുന്ന പള്ളി
പിന്നീട് അത്ഭുത പ്രവർത്തനായ വിശുദ്ധ ലോനാമുത്തപ്പന്റെ നാമധേയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു. അനേകായിരം ആളുകൾ വന്നുചേരുന്ന ഇരിഞ്ഞാലക്കുട രൂപതയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പറപ്പൂക്കര. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചരിപ്പ് നിർവഹിച്ചു. തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം മുഖ്യ കാർമ്മികനായി. തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലെ ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് സന്ദേശം നൽകി. തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട് നടന്നു. വൈകുന്നേരം നടന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരായി. തുടർന്ന് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന പ്രദക്ഷിണം ഉണ്ടായി. ഇടവകയിലെ ഔസേപ്പ് ജോസഫ് നാമധാരികളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ഊട്ടുതിരുനാൾ ആഘോഷിച്ചത്. നേർച്ച സദ്യയിൽ 15,000-ഓളം പേർ സംബന്ധിച്ചു. തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല, ജോയിന്റ് ജനറൽ കൺവീനർ റിൻഡോ കാളത്തുപറമ്പിൽ, ട്രസ്റ്റിമാരായ ജോയ് മാളിയേക്കൽ, സ്റ്റാലിൻ കുറ്റിയിൽ, PRO ജെയ്സൺ തെക്കുന്തല എന്നിവർ നേതൃത്വം നൽകി. നവീകരിച്ച ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠാ കർമ്മവും ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. പള്ളിയുടെ രജത ജൂബിലി വർഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം ബിഷപ്പ് നിർവഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, വികാരി ഫാദർ ടിൻഡോ കൊടിയൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ പോൾ പനങ്കുളം, ഫാദർ നിക്സൺ ചാക്കോര്യ, ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, ഫാദർ വിൻസെന്റ് പടിഞ്ഞാറൻകാരൻ, ഫാദർ ആൻഡോ വട്ടോലി, ഫാദർ ജോഷി കണ്ണൂക്കാടൻ, ഫാദർ ബാബു കളത്തിങ്കൽ, സിസ്റ്റർ ലൂസീന, സിസ്റ്റർ ശോഭ എന്നിവരും സന്നിഹിതരായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് പന്തലൂക്കാരൻ, ഫാദർ ജോയ് കടമ്പാട്ട്, ഫാദർ ജോഷി കണ്ണൂക്കാടൻ, ഫാദർ ബാബു കളത്തിങ്കൽ, വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പഞ്ചായത്ത് അംഗം PC ഷൺമുഖൻ, റോയ് കളത്തിങ്കൽ, എഡ്വിൻ, ടോണി പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ICSE 10, ICSE 12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 99.47%, 12ാം ക്ലാസ്സിൽ 98.19% വിജയം. ഉപരിപഠന യോഗ്യത ലഭിക്കാത്തവർക്കായുള്ള കമ്പാർട്ട്മെന്റ് പരീക്ഷ ഇക്കൊല്ലം മുതൽ ഇല്ല. പകരം 2 വിഷയങ്ങളിൽ ജൂലൈയിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം. റിച്ച് പീപ്പിൾ സൊസൈറ്റി ആമ്പല്ലൂർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം 2ാമത് 6 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാളക്കല്ല് പോപ്സ് കിക്ക് ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ വോളിബോൾ താരങ്ങളായ ജോഫി ജോർജ്, മേഴ്സി ജോഫി എന്നിവർ ചേർന്ന് മത്സരം കിക്ക് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് ഫ്രാൻസിസ്, VK വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. റിച്ച് പീപ്പിൾ സൊസൈറ്റി പ്രസിഡന്റ് ലിസ് മെറിൻ പീറ്റർ, സെക്രട്ടറി നവ്യ പോൾ, ട്രഷറർ ജോൺ സൈമൺ, സൊസൈറ്റി ഭാരവാഹികളായ മില റോസ് പീറ്റർ, PJ അനാമിക, ബ്രൈറ്റ് ജോർജ്, ഗോഡ്വിൻ പൗൾസൺ, ലിയോ ജോർജ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. 16 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ടീം ടിയാസ്റ്റോ FC വിജയികളായി. ചിറമ്മൽ FC റണ്ണേഴ്സ് അപ്പായി. വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിതരണം ചെയ്തു. ഈ വർഷത്തെ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു, പ്രധാനാധ്യാപിക TM ശകുന്തള, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VM ഹംസ, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ 1 വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്ന് സുപ്രീം കോടതി. നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചു. സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി സുപ്രീം കോടതി തള്ളി. 4 വർഷത്തെ പഠനത്തിനിടയിൽ 6 മാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കാൻ കേരളവും തീരുമാനിച്ചു. പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവറുകളിലാകും സൂക്ഷിക്കുക.
നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ്. പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും. അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ്. ഏതു സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിനു പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. പാവറട്ടി പൂവത്തൂരിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ചു. മരക്കാത്ത് അജിഷിന്റെ ഭാര്യയുടെ ഫോണാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ മുറിയിലുണ്ടായിരുന്ന കട്ടിൽ, കിടക്ക, എയർ കണ്ടീഷണർ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു. റൂമിൽ നിന്നും ശബ്ദം കേട്ടയുടൻ പുക ഉയരുന്നത് കണ്ടാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത്. സംഭവ സമയത്ത് റൂമിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. അജിഷിന്റെ ഭാര്യയും മക്കളും അമ്മയുമാണ് വീട്ടിൽ താമസം. വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഞായറാഴ്ച വിപണി വില മാറ്റമില്ലാതെ തുടർന്നെങ്കിലും ശനിയാഴ്ച സ്വർണ്ണവില ഉയർന്നിരുന്നു. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്. ശനിയാഴ്ച 80 രൂപ ഉയർന്നിരുന്നു. ഒരു പവൻ സ്വർണത്തിന്റെ തിങ്കളാഴ്ചത്തെ വിപണി വില 52,840 രൂപയാണ്. ഈ മാസം ആദ്യം സ്വർണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നു. 800 രൂപയാണ് 1-ാം തീയതി കുറഞ്ഞത്. ഈ ആഴ്ച മുഴുവൻ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ചാഞ്ചാടുകയാണ്. വ്യാഴാഴ്ച 560 രൂപ ഉയർന്നു. വെള്ളിയാഴ്ച 400 രൂപ കുറഞ്ഞെങ്കിലും ശനിയാഴ്ച വില ഉയർന്നു. അതേ പ്രവണതയാണ് വിപണിയിൽ തുടരുന്നത്. വില ഉയരുന്നത് വിവാഹ വിപണികളടക്കം സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് 2024 ജനുവരി 6 പ്രസിദ്ധീകരിച്ച 2/2024 DOR നമ്പർ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം മെയ് 8 മുതൽ 10 വരെ പബ്ലിക് സർവീസ് കമ്മീഷൻ തൃശൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരാകണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,605 രൂപ, പവന് 52,480 രൂപ. നന്ദിപുലം ആറ്റപ്പിള്ളി തേക്കിലക്കാടൻ കുഞ്ഞിപ്പാലു മകൾ ത്രേസ്യ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ വരിക്കമാക്കൽ തോമസ് ഭാര്യ അന്നമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരി, ടോമി, മിനി, ആൽഫി, ലിറ്റി, സിസ്റ്റർ ധന്യ റോസ് എന്നിവർ മക്കളും. ജോൺസൺ തൊകലത്ത്, റോസ് വടക്കേച്ചിറയിൽ, റോയ് ഇളവൻ തുരുത്തേൽ, ഗ്രേഷ്യസ് മുണ്ടയ്ക്കൽ, ഗ്രേറ്റൻ പുത്തൻപറമ്പിൽ എന്നിവർ മരുമക്കളുമാണ്. വാസുപുരം പാലമറ്റത്ത് കുറ്റിയിൽ പേക്കാട്ടിൽ ഫ്രാൻസിസ് അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൈസിയാണ് ഭാര്യ. മക്കൾ സൂരജ്, സാനിയ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചേർപ്പിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. മരിച്ചത് വെങ്ങിണിശ്ശേരി സ്വദേശി. എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനയ്ക്കൽ അലവിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ വാഹനമോഷ്ടാവിനെ പോലീസ് പിടികൂടി. സോഡ ബാബു എന്നയാളാണ് അറസ്റ്റിലായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് സംഗമം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പലൂരിൽ പാടത്ത് തീപിടുത്തമുണ്ടായതോടെ റോഡിൽ ഉയർന്ന കനത്ത പുക യാത്രക്കാർക്ക് ദുരിതമായി. പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിൽ തിരുനാളിന് കൊടിയേറിയതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.